തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയും ശിഷ്യന്മാരും കൂടെ ഗലീലി കടലിലൂടെ യാത്ര ചെയ്യുന്ന രംഗം. ഈശോ വഞ്ചിയുടെ അമരത്ത് തലവെച്ച് സുഖമായി കിടന്ന് ഉറങ്ങുകയാണ്. ആ നേരത്ത് വലിയ കാറും കോളുമുണ്ടായി. കൂറ്റൻ തിരമാലകൾ വള്ളത്തിനു മീതെ ആഞ്ഞടിച്ചു. കൊടുങ്കാറ്റ് വഞ്ചിയെ ആടി ഉലയിപ്പിച്ചു. ശിഷ്യന്മാർ പരിഭ്രാന്തരായി. അവർ നിലവിളിച്ചു. ഇവരുടെ നിലവിളി കേട്ട് ഉണർന്ന ഈശോ സ്വാഭാവികമായും ഒരു നാച്ചുറൽ റിയാക്ഷനായി ഇവരോട് ചോദിക്കേണ്ട ചോദ്യം എന്താണ്? നിങ്ങൾ പുണ്യം പറയരുത്, ചാടിക്കറി ബിബ്ലിക്കൽ ഉത്തരവൊന്നും പറഞ്ഞു കളഞ്ഞേക്കരുത്. ഇവരുടെ ഈ ബഹളവും പൊല്ലാപ്പും കണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് ഉണർന്നു വന്ന ഗുരു കണ്ണും തിരുമ്മി ഇവരോട് ചോദിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ചോദ്യം എന്തായിരുന്നു? നാച്ചുറലായിട്ട് ചോദിക്കേണ്ടിയിരുന്നത് ഞാനില്ലേടാ കൂടെ, ഞാനില്ലേ കൂടെ എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. അപ്പം വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? അന്ധരെ സുഖപ്പെടുത്തുന്നത് കണ്ടതല്ലേ? മുടന്തരെ നടത്തുന്നത് കണ്ടതല്ലേ? ആ ഞാനില്ലേ കൂടെ എന്നാണ് ഈശോ ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈശോ ചോദിച്ചത് എന്താണ്? ഈശോ ചോദിച്ചത് നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം എവിടെ? രണ്ടും കൂടെ ഒന്ന് കൂട്ടി വായിച്ചേ. ഒരു വശത്ത് ഞാനില്ലേ കൂടെ, ഇപ്പുറത്ത് നിങ്ങളുടെ വിശ്വാസം എവിടെ? ചേർത്ത് വെച്ചേ. വിശ്വാസം എന്ന് പറയുന്നത് ഈശോ കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ്. വിശ്വാസം എന്നത് ഈശോ കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ചങ്കത്ത് എഴുതിയിടണം, എൻ്റെ ജീവിത വഞ്ചിയുടെ അമരത്ത് ഉറക്കമാണേലും എൻ്റെ കർത്താവുണ്ട് എന്ന ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം. ഏതു വൻ തിരമാലയും ആഞ്ഞടിക്കട്ടെ, എൻ്റെ ജീവിത വഞ്ചിയുടെ അമരത്ത് ഉറക്കമാണേലും എൻ്റെ കർത്താവുണ്ട് എന്ന ഉറപ്പിൻ്റെ പേരാണ് എൻ്റെ വിശ്വാസം. വിശ്വാസിയായിരിക്കണം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.